നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ വടക്കേക്കാട് സ്വദേശി 27 വയസ്സുള്ള ഷമീർ, അമൃത, ജോർജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മുൻപിൽ പോവുകയായിരുന്ന 2 കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയിലെ യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിനിടയാക്കിയ ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂരിൽ തെരുവുനായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ 100-ലധികം തെരുവുനായ്ക്കളെ പിടികൂടി കുത്തിവയ്പ്പിന് വിധേയമാക്കി. പൂക്കോട് വെറ്റിനറി ഡിസ്പെൻസറി സർജൻ ഡോക്ടർ CR പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ VJ മെർലെ, ലിജോ പോൾ, അറ്റൻഡർ ശ്യാം പ്രസാദ്, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിൽ 10ഓളം പേരാണ് കുത്തിവയ്പ് സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം കോട്ടപ്പടി ചേമ്പാലക്കുളം ക്ഷേത്ര പരിസരത്ത് പേയിളകിയ നായ മറ്റ് 6 നായ്ക്കളെ കടിച്ചിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. കോട്ടപ്പടി പുളിക്കപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം ചത്ത നായയ്ക്കും പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇതോടെ മേഖലയിൽ പേയിളകി ചത്ത നായ്ക്കളുടെ എണ്ണം 2ആയി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും കുത്തിവയ്പ് നൽകാൻ തീരുമാനിച്ചത്. പൂക്കോട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള പ്രദേശങ്ങളിലെ തെരുവ് നായ്ക്കൾക്കാണ് കുത്തിവയ്പ് നൽകിയത്. ഗുരുവായൂർ തൈക്കാട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള തെരുവ് നായ്ക്കൾക്ക് പിന്നീട് കുത്തിവയ്പ് നൽകും. ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്ന തിരക്ക് കണക്കിലെടുത്താണ് ഈ മേഖലയിലെ നായ്ക്കളുടെ കുത്തിവയ്പ് മാറ്റിവെച്ചത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 600ഓളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. പൂക്കോട് മേഖലയിൽ അടുത്തിടെയായി തെരുവുനായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ ലഭ്യതയാണ് ഈ മേഖലയിൽ നായ്ക്കളുടെ എണ്ണം പെരുകാൻ ഇടയാകുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇരുയോഗങ്ങളുടെയും മികവുറ്റ വേദാലാപനത്തോടെ കടവല്ലൂർ അന്യോന്യത്തിന് സമാപനമായി. വൈകിട്ട് 4-ന് നടത്തുന്ന സമാപന സമ്മേളനം മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മുമ്പിലിരിക്കൽ നടത്തിയ തിരുനാവായ യോഗത്തിലെ താരങ്ങാട് നാരായണൻ നമ്പൂതിരി 8ാം അഷ്ടകം 6ാം അധ്യായം 10ാം വർഗത്തിലെ മനീഷിണപ്ര എന്ന് തുടങ്ങി 10 ഋക്കുകൾ ഭംഗിയായി ചൊല്ലി. കോതമംഗലം വാസുദേവൻ നമ്പൂതിരി, നാരായണമംഗലത്ത് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കൈമുദ്ര കാട്ടി സഹായിച്ചു. 2ാം വാരമിരുന്ന തൃശൂർ യോഗത്തിലെ മുണ്ടയ്ക്കൽ സുനിൽ നമ്പൂതിരി 8ാം അഷ്ടകം 3ാം അധ്യായം 20ാം വർഗത്തിലെ സത്യനോത്ഥപിത എന്ന് തുടങ്ങി 10 ഋക്കുകൾ ഭംഗിയായി ചൊല്ലി. ഒറവങ്കര ദാമോദരൻ നമ്പൂതിരി, മുല്ലമംഗലം നാരായണൻ നമ്പൂതിരി എന്നിവർ കൈമുദ്ര കാട്ടി സഹായിച്ചു. തിരുനാവായ യോഗത്തിലെ തെക്കിനിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി, നാരായണമംഗലത്ത് അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നിവർ ജഡ പ്രയോഗിച്ചു. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. രാത്രി 9-ന് കോട്ടയ്ക്കൽ PSV നാട്യസംഘം അവതരിപ്പിക്കുന്ന ലവണാസുരവധം കഥകളിയും അരങ്ങേറും. നെല്ലുവായ് ശ്രീധനന്തുരി ക്ഷേത്രത്തിലെ പ്രശസ്തമായ വൈകുണ്ഠ ഏകാദശി വിളക്കാചാരം വെള്ളിയാഴ്ച ആരംഭിക്കും. കാലത്ത് ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, മേളം, നാദസ്വരം എന്നിവ നടക്കും. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, തുടർന്ന് വിളക്കെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ഇടയ്ക്ക, പ്രദക്ഷിണം എന്നിവ നടക്കും. ഗണേഷ് ട്രാവൽസ് ചെന്നൈയാണ് ആദ്യ വിളക്കാചാരം ഭഗവാന് സമർപ്പിക്കുന്നത്. തുടർന്ന് 33 ദിവസം വിളക്കാചാരം നടക്കും. ഡിസംബർ 30-നാണ് പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി. കടവല്ലൂർ ദേശവിളക്ക് വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലത്തോടെയുള്ള പാലക്കൊമ്പെഴുന്നള്ളിപ്പ് വടക്കുമുറിയിലെ വിളക്ക് പന്തലിലെത്തി സമാപിക്കും. തുടർന്ന് അന്നദാനമുണ്ടായിരിക്കും. രാത്രി 10 മുതൽ പന്തലിൽ പാട്ട്, തിരിയൊഴിച്ചിൽ, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ട്, തട, കനലാട്ടം എന്നിവയോടെ വിളക്കാഘോഷത്തിന് സമാപനമാകും. മരത്തംകോട് ജ്യോതിപ്രകാശ് മകൻ ജയദേവനും സംഘവുമാണ് വിളക്ക് യോഗക്കാർ. സന്ധ്യയ്ക്ക് 7:30 മുതൽ ഗുരുവായൂർ ചാമുണ്ടേശ്വരി ഭജന സംഘത്തിന്റെ ഭജനയും വിളക്കുപന്തലിൽ ഉണ്ടായിരിക്കുമെന്ന് ദേശവിളക്കാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. അഖിലേന്ത്യാ തലത്തിൽ മികവ് പുലർത്തിയ സംഘടനകൾക്ക് ആദരവുമായി അഹമ്മദിയ മുസ്ലിം മിഷൻ. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ആദര ചടങ്ങിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രാദേശിക പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. മികച്ച പ്രവർത്തനങ്ങളിൽ അഖിലേന്ത്യാ തലത്തിൽ 7ാം സ്ഥാനം കരസ്ഥമാക്കിയ യുവജന സംഘടന മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയ്ക്കും 8ാം സ്ഥാനം കരസ്ഥമാക്കിയ ബാലികാ സംഘടന നാസിറാത്തുൽ അഹമ്മദിയക്കും 7ാം സ്ഥാനം കരസ്ഥമാക്കിയ മഹിളാ സംഘടന ലജ്ന ഇമായിലയ്ക്കും തൃശൂർ പാലക്കാട് ജില്ലാ അഹമ്മദിയ വൈസ് പ്രസിഡന്റ് M. സുബൈർ അഹമ്മദ് ചേലക്കര സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ആദരിച്ചു.
ഇതോടൊപ്പം മദ്രസയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഐറിൻ മറിയത്തിനും സമ്മാനം നൽകി. സിദ്ദീഖ് ആളൂർ, ഗുലാം അഹമ്മദ് ചേലക്കര, അബ്ബാസ് ആളൂർ, അബ്ദുൽ ഗനി മൊഗ്രാൽ, അർഫാൻ ആളൂർ, റസീന അൻസർ, താഹിർ അഹമ്മദ് ആളൂർ, തൂബ ഖലീൽ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ബൈത്തുൽമാൽ ഇൻസ്പെക്ടർ മൗലവി ഫാഹിൻ അഹമ്മദ് സാമ്പത്തിക ത്യാഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,725 രൂപ, പവന് 93,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 169 രൂപ. ചരമം: ചാലിശ്ശേരി മർത്തോമ പള്ളിക്ക് സമീപം താമസിക്കുന്ന കണ്ണനായ്ക്കൽ പരേതനായ താവുമകൻ വിൽസൺ നിര്യാതനായി. 68 വയസ്സായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി തൃശൂർ CCI ബ്രദേഴ്സ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. മേഴ്സി ഭാര്യയും വിമ, ലിമ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.